ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസുഉൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിന് അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പോ. ഓരോണത് കണ്ടുപിടിച്ചത്, ഓരോണത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബെടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി. അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിന് അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖരീദുദ് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്ക. എവിടെ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്തു പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പര് ആ പൂജ്യം തീർന്നോട്ടെ. ഇനി മറുപടി പറയും. എനിക്കൊന്ന് കേൾക്കാറ്. മൂപ്പരെ വെല്ലുവിളി കേട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെയൊക്കെ ഒരു പൊട്ടാത്ത ബോംബുണ്ട് എന്ന് തോന്നിപ്പോയി. എന്നിട്ട് നമുക്കൊന്ന് നോക്കുക. നമുക്ക് ആ മറുപടി ഒന്ന് കയറാം. എന്താ അതിന് തകരാറ് നോക്കുക. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ വെറുക്കപ്പെട്ടവർ വീണു കാളിയേ. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ വെറുക്കപ്പെട്ടവർ വീണു കാളിയേ. കോട്ടപ്പുറം നാദാപുരം വാഴക്കാട്ടും പിന്നെ കോട്ടക്കല് ഹോസങ്കടി നാട്ടിലും സംവാദം നടത്തിയ എല്ലായിടത്തിലും സുന്നികൾ വിജയം കൊണ്ടാടിയേ. ജാതിമതഭേദമന്യേ പിഞ്ചു കുട്ടികൾക്ക് വരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസവും മാസവും വർഷവും അറിയാം. വഹാബി നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേൾക്കുക. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം. അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40ാമത്തെ വയസ്സിലാണ് നബിയായത്. ഇറാഖുവയിൽ വെച്ച നബിയായത്. നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. എന്നാ പൊന്നു മോനെ മനസ്സിലാക്കിക്കോ, നിന്റെ വാപ്പാന്റെ ജന്മദിനം എന്നാണ്? എനിക്ക് വാപ്പയില്ല. എന്റെ വാപ്പ പെണ്ണ് കെട്ടി 25ാം വയസ്സിലാ.
പിന്നെ വീട് കൂടിയത് 26-ാം വയസ്സിലാ, എന്നെ പ്രസവിച്ച് 27-ാം വയസ്സിലാ എന്ന് വിചാരിച്ച് നിന്റെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാവൂലേ? എന്നാ പിന്നെ മുഹമ്മദിനും ജന്മദിനം ഉണ്ടാവുന്നത് എങ്ങനെയാ? 7-ാം ദിവസമാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് കേട്ടോ. അപ്പൊ ജനിച്ചതാരാ? ശൂന്യം. ജനിച്ചതാരാണോ? ഇത്രയും ലോക ബ്ലണ്ടർ പറയാൻ മുജാഹിദ് മൗലവിമാരെ അല്ലാതെ ദുനിയാവിൽ കിട്ടുമോ? പറയുമ്പോ ബുദ്ധിയുള്ള കുട്ടികളുടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആലോചിച്ചോ? ഇതുപോലെയല്ലേ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വആദമു മുൻജദിലുൻ ഫീ തീനതിഹി. ആദം നബി പൂർവ്വയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിൽ നുബുവത്തിന്റെ അധികാരത്തിന്റെ നുബുവത്തിന്റെ ആദരവ് അല്ലാഹ് നൽകിപ്പോയിരിക്കോ? ഈ വഹാബി കൂട്ടമെന്ത ഇങ്ങനെ, ഇവർ പറയുന്നതെല്ലാം വിലങ്ങനെ.